ഒരു ഭാഗത്ത് ഗാസയെ ഒഴിപ്പിക്കാൻ പുതിയ കുടില തന്ത്രവുമായി നെതന്യാഹുവും ട്രംപും, മറുഭാഗത്ത് ഇറാൻ സൗദി നിർണായക കൂടിക്കാഴ്ച. പശ്ചിമേഷ്യയിൽ പുതിയ സാഹചര്യങ്ങളാണ് ഉരുണ്ടുകൂടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗാസയെ ഒഴിപ്പിക്കുക, അതാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപിത നയം. ഈ ലക്ഷ്യത്തെ മുൻനിർത്തി തന്നെയാണ് നെതന്യാഹുവും സംഘവും പല ഗൂഢതന്ത്രങ്ങളും പ്രയോഗിക്കുന്നത് എന്ന് ഓരോ ദിവസവും വെളിപ്പെടുകയാണ്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും ഗാസയെ ഒഴിപ്പിക്കുക എന്ന കാര്യം ചർച്ചയായി. മാത്രമല്ല, ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പുതിയ നീക്കങ്ങളും ഗാസയ്ക്ക് മേലുള്ള നിർബന്ധിത ഒഴിപ്പിക്കൽ പദ്ധതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഈ നീക്കത്തെ ഒരുമിച്ച് ശക്തമായി എതിർക്കാൻ ഒരുങ്ങുകയാണ് ഇറാനും അറബ് ലോകവും. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ ഇറാൻ സൗദി കൂടിക്കാഴ്ച നടന്നത് അത്രത്തോളം നിർണായകവുമാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരനും തമ്മിലാണ് കൂടിക്കാഴ്ച നടന്നത്. ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ സൗദി നൽകിയ പിന്തുണയിൽ അബ്ബാസ് അരാഗ്ചി സൽമാൻ രാജകുമാരനെ നന്ദി അറിയിച്ചു. ഒപ്പം ഗാസ വിഷയവും ഇരുവരും ചർച്ച ചെയ്തു. ഇസ്രായേലിന്റെ പുതിയ നീക്കങ്ങളും ചർച്ചയായി എന്ന് തന്നെയാണ് വ്യക്തമായ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന സൂചന. ഗാസയ്ക്കായി ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത അബ്ബാസ് അരാഗ്ചിയും സൽമാൻ രാജകുമാരനും വിലയിരുത്തി.